നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേൽക്കാൻ ഉത്രാടപ്പാച്ചിലിൽ മലയാളക്കര. ഉത്രാട ദിനത്തിൽ മഴ മാറി നിന്നതും ആശ്വാസമായി. തിരക്ക് വർദ്ധിച്ചതോടെ പ്രധാന ടൗണുകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങിയ ആദിവാസി ഉന്നതിയിലെ ആളുകൾ. വട്ടവട പഞ്ചായത്തിലെ 1-14 വാർഡുകളിലാണ് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപനം. ഉണ്ടായിരുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് കണ്ടം ചെയ്തു. യാത്രാമാർഗമില്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ശാന്തമ്പാറയിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസുകളിലാണ് വാഹനമില്ലാത്തത്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരാഴ്ച മുമ്പ് നടത്തിയ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി. കോൺക്രീറ്റ് ചെയ്തടച്ച പാലത്തിലെ കുഴികൾ വീണ്ടും പഴയപടിയായി. വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഇന്ന് ആദ്യം തന്നെ ഓണക്കാഴ്ചകളും വിശേഷങ്ങളുമാണ്. പൊന്നോണം വരവായി. തിരുവോണത്തെ വരവേൽക്കാൻ ഉത്രാടപ്പാച്ചിലിൽ മലയാളക്കര. ഓണക്കാലത്തിന്റെ ആദ്യഘട്ടത്തിൽ മഴ പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയുണർന്നെങ്കിലും ഉത്രാട ദിനത്തിൽ മഴ മാറി നിന്നതും ആശ്വാസമായി. ടൗണുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് വർദ്ധിച്ചതോടെ പ്രധാന ടൗണുകളിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. തിരുവോണത്തെ വരവേൽക്കുവാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഉത്രാടപ്പാച്ചിൽ. പലചരക്കും പച്ചക്കറിയും അടക്കം എല്ലാം ഉത്രാട ദിനത്തിനാണ് മലയാളികൾ വാങ്ങാറ്. വിലക്കയറ്റം വലിയ വെല്ലുവിളിയാണെങ്കിലും കാണം വിറ്റും ഓണമുണ്ണണമെന്ന പഴമൊഴി മലയാളി മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതില്ലായ്മയിലും മലയാളി ഓണം ആഘോഷമാക്കും. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഉത്രാട ദിനത്തിൽ ടൗണുകളിൽ അനുഭവപ്പെട്ട തിരക്ക്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് പച്ചക്കറി കടകളിലാണ്. സാമ്പാറും അവിയലും അടക്കമുള്ള വിഭവങ്ങൾ ഓണത്തിനേറെ പ്രധാനപ്പെട്ട വിഭവങ്ങൾ തന്നെ. പച്ചക്കറികൾ കൊണ്ട് വിവിധ വിഭവങ്ങൾ തൂസനിലയിൽ വിളമ്പുക എന്നതും ഓണസദ്യയുടെ മറ്റൊരു പ്രത്യേകത. ടൗണുകളിൽ തിരക്ക് വർദ്ധിച്ചതോടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായത് ഗതാഗത കുരുക്കാണ്. രാജാക്കാട് അടക്കമുള്ള ടൗണുകളിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. സിറ്റി വിഷൻ രാജാക്കാട്. ഓണം കളറാക്കി ഉടുമ്പൻചോലയിലെ വ്യാപാരികൾ. മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ നടന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ മത്സരങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല ടൗണിൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും അവരുടെ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കുമായി പ്രത്യേക മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഓണത്തിന്റെ മുഴുവൻ ആവേശവും കോർത്തെടുത്താണ് വടംവലി മത്സരം നടന്നത്. കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി കസേരകളി അടക്കമുള്ള ഓണക്കാല മത്സരങ്ങളും. തുടർന്ന് നടന്ന യോഗത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉടുമ്പൻചോല യൂണിറ്റ് പ്രസിഡന്റ് PR ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല പഞ്ചായത്ത് പ്രസിഡന്റ് K സജികുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉടുമ്പൻചോല SHO PD അനൂപ് മോൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PD ജോർജ്, ശ്രീലത ബിനീഷ്, ബെന്നി തുണ്ടത്തിൽ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം NP സുനിൽകുമാർ, ബിന്ദു PJ, ബേബി പുൽപ്പറമ്പിൽ, ജോൺസൺ PJ, സജീവൻ നായർ, ബോബൻ വർഗീസ്, ശ്രീദേവി മോഹൻകുമാർ, ശാരി അജേഷ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. തുടർച്ചയായ 14ാം വർഷവും നിർധന കുടുംബങ്ങളിൽ ഓണക്കോടിയും ഓണക്കിറ്റും എത്തിച്ചു നൽകി പൊതുപ്രവർത്തകൻ നാടിന് മാതൃകയായി. കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴിയുടെ നേതൃത്വത്തിലാണ് കിടപ്പ് രോഗികൾക്കടക്കം ഓണക്കിറ്റും ഓണക്കോടിയും എത്തിച്ചു നൽകിയത്. ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകേണ്ടവരാണ് പൊതുപ്രവർത്തകർ. ആ തിരിച്ചറിവാണ് ജോഷി കന്യാക്കുഴി എന്ന പൊതുപ്രവർത്തകനെ 14 വർഷം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഓണക്കാലത്ത് ദുരിതമനുഭവിക്കുന്ന വീടുകളിലേക്ക് ഓണക്കിറ്റ് എത്തിച്ചു നൽകാൻ പ്രേരിപ്പിച്ചത്. 14 കുടുംബങ്ങളിൽ സഹായം എത്തിച്ചായിരുന്നു തുടക്കം. ഇന്നത് നിരവധി കുടുംബങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വീടുകളിൽ നേരിട്ടെത്തി ഓണക്കോടിയും കിറ്റുകളും വിതരണം നടത്തി. വ്യാപാരികളുടെയും മറ്റും സഹായത്തോടെയാണ് ഇത്തവണ ഓണക്കിറ്റും ഓണക്കോടിയും കുടുംബങ്ങളിൽ എത്തിച്ചു നൽകിയതെന്ന് ജോഷി കന്യാക്കുഴി പറഞ്ഞു. രാജാക്കാട് പഞ്ചായത്തിലെ നിർധനരും കിടപ്പ് രോഗികളുമായ ആളുകൾക്ക് ഓണത്തിനോടനുബന്ധിച്ച്
ഞങ്ങൾ ഓണക്കിറ്റ് കൊണ്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കാറുണ്ട്. 14 വർഷം മുമ്പ് 13 പേരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത ഓണക്കിറ്റ് ഇന്ന് ഞങ്ങൾ 43 വീടുകളിലാണ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾ 14ാമത്തെ വർഷമാണ് ഈ ഓണക്കിറ്റ് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. 14 വർഷമായതിൻ്റെ പേരിൽ ഈ വർഷം കിടപ്പ് രോഗികളുടെ വീടുകളിൽ കൂടി ഒരു ഓണ ഗിഫ്റ്റായിട്ട് ഒരു ഓണക്കോടിയും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഓണക്കിറ്റെല്ലാം നൽകുന്നത് ഇവിടുത്തെ വ്യാപാരികളും വിവിധ ആളുകളും തരുന്ന സംഭാവനകൾ സ്വീകരിച്ച് അതിൽ നിന്നുമാണ് ഈ നാട്ടിലെ ആളുകൾക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. തുടർന്നും ഞങ്ങൾ ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്താണേലും എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓണക്കാലത്ത് മാത്രമല്ല എല്ലാ സമയത്തും അവശത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി നിന്ന നിരവധിയായ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കാണ് ജോഷിയുടെ നേതൃത്വത്തിലുള്ള പൊതുപ്രവർത്തകർ നേതൃത്വം നൽകുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ബൈസൺവാലി ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക കുടിയേറ്റ ഗ്രാമമായ ബൈസൺവാലിയിൽ ഇത്തവണ മിതമായ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോഹരന് സാധനങ്ങൾ നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ സുനോയ് ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മനോഹരൻ, ബൈജു കൃഷ്ണൻകുട്ടി, ഗിരിജ മനജൻ, CDS മെമ്പർ പ്രസീത അജിത, ഉഷ ബാബു, നീനു സലോഷ്, ദീപ സെൽവം, സുനിത രതീഷ, ശ്രീകുട്ടി രഘു എന്നിവരും പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ബൈസൺവാലി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് വട്ടവട മേഖലയിലെ വിവിധ ആദിവാസി ഉന്നതികളിലെ ആളുകൾ. വട്ടവട പഞ്ചായത്തിലെ 1-14 വാർഡുകളിൽ ഉൾപ്പെടുന്ന ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വോട്ട് ബഹിഷ്കരണ തീരുമാനമെടുത്തിട്ടുള്ളത്. റോഡടക്കം ആദിവാസി ഉന്നതികളിലേക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യം യാതൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് വോട്ട് ബഹിഷ്കരണ തീരുമാനം. സാമീളാർകുടി, കല്ലാർകുടി, വത്സിപ്പെട്ടിക്കുടി തുടങ്ങിയ വട്ടവട പഞ്ചായത്തിലെ 5 ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നത്. ഈ ആദിവാസി ഉന്നതികളിലേക്കുള്ള റോഡ് ഏറെ നാളുകളായി തകർന്നു കിടക്കുകയാണ്. ഇതാ വലിയ യാത്രാക്ലേശം ഉയർത്തുന്ന സ്ഥിതിയുണ്ട്. ചികിത്സയ്ക്കടക്കം വേണ്ടുന്ന മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉന്നതികളിൽ അന്യമാണ്. നാളിതുവരെ മാറി മാറി വരുന്ന ഭരണ നേതൃത്വങ്ങൾ ഇക്കാര്യങ്ങൾ ഫലപ്രദമായി ഇടപെടൽ നടത്താൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ വോട്ട് ബഹിഷ്കരണത്തിന് ഒരുങ്ങുന്നതെന്ന ഉന്നതികളിലെ ആളുകൾ വ്യക്തമാക്കുന്നു. 1-14 വാർഡുകളിലെ ആദിവാസി മുതുവാന്മാരായി ഞങ്ങൾ വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ ഉപേക്ഷിക്കുകയാണ്. ഇത് ഗവൺമെൻറ്റിനെയും അറിയിക്കുകയാണ്, ഇലക്ഷൻ കമ്മീഷനെയും അറിയിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താത്തതും ഗവൺമെൻറ് കൊണ്ടുവരാത്തതുമാണ്. വരുന്ന ഫണ്ടുകളായാലും ഫോറസ്റ്റിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. വട്ടവട പഞ്ചായത്തിലെ 1-14 വാർഡുകളിൽ ഉൾപ്പെടുന്ന ആദിവാസി ഉന്നതികളിലെ ആളുകളാണ് വോട്ട് ബഹിഷ്കരണ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത്. വോട്ട് ബഹിഷ്കരിക്കുക മാത്രമല്ല ഈ വാർഡുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രതിനിധികളെ നിർത്തുവാനും വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഉന്നതികളിലെ ആളുകൾ. ഇനിയെങ്കിലും റോഡടക്കം ഉന്നതികളിലേക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യമൊരുക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും ഉന്നതികളിലെ കുടുംബങ്ങൾ ആവശ്യമുന്നയിക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. ഉണ്ടായിരുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് കണ്ടം ചെയ്തു. ഇതോടെ ഫീൽഡ് വർക്കിന് പോകാൻ വാഹനം സ്വന്തം പണം മുടക്കി വാടകയ്ക്കെടുക്കേണ്ട ഗതികേടിലാണ് ശാന്തമ്പാറയിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ. രാത്രികാല പട്രോളിങ്ങിനടക്കം പോകുന്നത് ഇരുചക്ര വാഹനങ്ങളിലും മറ്റുമാണ്. വാഹനമില്ലാത്തതിനാൽ മരം കൊള്ളയും നായാട്ടും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും ജീവനക്കാർക്ക് വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. 60 സ്ക്വയർ കിലോമീറ്റർ പരിധിയുണ്ട് പൊന്മുടി ഫോറസ്റ്റ് സെക്ഷന് മാത്രം. ശാന്തൻപാറയിലെ ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിമെട്ട് സെക്ഷനുകൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു വാഹനം മാത്രമാണ്. ഇതാകട്ടെ കാലാവധി കഴിഞ്ഞതോടെ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിസരത്ത് പടുതയിട്ട് മൂടിയിരിക്കുകയാണ്. അടുത്ത കാലത്തായി നിരവധി മരംവെട്ട് കേസുകളടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലും ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയായത് വാഹനമില്ലാത്തതാണ്. വിവരമറിഞ്ഞ വാടകയ്ക്ക് വാഹനമെടുത്ത് സംഭവ സ്ഥലത്തെത്തുമ്പോഴേക്കും വെട്ടിയ തടിയുമായി പ്രതികൾ കടന്നിട്ടുണ്ടാകും. ഇതുമാത്രമല്ല വിദൂര മേഖലകളിലേക്ക് അന്വേഷണങ്ങൾക്കായി പോകുന്നതിന് വലിയ തുകയാണ് വാഹന വാടക ഇനത്തിൽ കണ്ടെത്തേണ്ടത്. ഇതാകട്ടെ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും മുടക്കേണ്ട സാഹചര്യം. വാഹന പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. അതുകൊണ്ട് ഈ സ്റ്റേഷനെതിരെയും അതുകൊണ്ട് പരാതി ഉയരാനുള്ളൊരു കാരണം ഇവരെ എല്ലാം കണ്ടെത്തുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു പരിധി വരെ ഇവർക്ക് വണ്ടിയില്ലാത്തതാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് മിനിസ്റ്റർ സഹിതം ബഹുമാനപ്പെട്ട PCC ഇടപെട്ടുകൊണ്ട് ഇവർക്കൊരു വാഹനം ഈ 2 സ്റ്റേഷനിലേക്കെങ്കിലും ഒരു വാഹനമെങ്കിലും അലോട്ട് ചെയ്യണം. അത് വളരെ അത്യാവശ്യമെന്നാണ് ഞാൻ
2 വർഷത്തോളമായി വാഹനമില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും ഉന്നത ഉദ്യോഗസ്ഥർ ഇത് പരിഹരിക്കുന്നതിന് ഇടപെടൽ നടത്തുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ വിഷയം ഉന്നത ഉദ്യോഗസ്ഥരുടെയും വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൽബേന്ദ്രൻ വ്യക്തമാക്കി. സിറ്റി വിഷൻ, പൂപ്പാറ. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാലത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവികയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവികയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവികയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻ ഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവികയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരാഴ്ച മുമ്പ് നടത്തിയ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി. കോൺക്രീറ്റ് ചെയ്തടച്ച പാലത്തിലെ കുഴികൾ വീണ്ടും പഴയപടിയായി. മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. വീണ്ടും കുഴി രൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിനും ഇടവരുത്തും. 1 വർഷമായി പാലത്തിൽ രൂപപ്പെട്ട് കിടന്നിരുന്ന വൻ കുഴിയിൽ വീണ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് പോലീസ് ഇടപെട്ട് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്ന് കഴിഞ്ഞ 19-ന് പാലത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് പാലം ഗതാഗതത്തിനായി വീണ്ടും തുറന്നു കൊടുത്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കോൺക്രീറ്റ് മുഴുവൻ ഇളകി പഴയതുപോലെയായി. കൂടാതെ സമീപത്ത് കൂടുതൽ കുഴികൾ രൂപപ്പെടുക കൂടി ചെയ്തതോടെ പാലം വഴിയുള്ള ഗതാഗതം പഴയതിനേക്കാളും ദുഷ്കരമായി. 2 വണ്ടികൾ കയറി 2 ദിവസം ആകുമ്പോഴേക്കും ആ തകർന്ന ഭാഗങ്ങൾ വീണ്ടും തകരുകയും യാത്ര ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയുമാണ് ഉള്ളത്.
യഥാർത്ഥത്തിൽ PWDയുടെയും സർക്കാരിനെയും തികഞ്ഞ അനാസ്ഥയാണ്. 100 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതിരപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഇരുമ്പ് പാലം നിർമ്മിച്ചത്. ഇരുവശങ്ങളിലുമുള്ള കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് പാളികൾ നിരത്തിയാണ് മാട്ടുപ്പെട്ടി പാലം നിർമ്മിച്ചിരിക്കുന്നത്. വീണ്ടും കുഴി രൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതിനും ഇടവരുത്തും. അടിയന്തരമായി വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി പാലത്തിലെ കുഴികൾ പൂർണ്ണമായി അടക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. എക്സൈസ് വകുപ്പിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മൂന്നാർ എക്സൈസ് സർക്കിൾ ഓഫീസ് സംഘം നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. അടിമാലി മന്നാങ്കാലയിൽ തോട്ടുപുറമ്പോക്കിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. കണ്ടെത്തിയ ചെടി എക്സൈസ് സംഘം നശിപ്പിച്ചു. എക്സൈസ് വകുപ്പ് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി സംസ്ഥാനത്താകെ പരിശോധനകൾ നടത്തി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മൂന്നാർ എക്സൈസ് സർക്കിൾ ഓഫീസ് സംഘം നടത്തിയ പരിശോധനയിലാണ് അടിമാലിയിൽ മന്നാങ്കാല ഭാഗത്ത് തോട്ടുപുറമ്പോക്കിൽ വളർന്നു നിന്നിരുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 2.5 മീറ്ററോളം ഉയരമുള്ള മുന്തിയ ഇനത്തിൽപ്പെട്ട കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. ചെടിക്ക് 5 മാസത്തോളം വളർച്ചയെത്തിയിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരികൃഷ്ണൻ എസിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് വിനേഷ് CS, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡുമാരായ മീരാൻ KS, ദുബുരാജ്, സിവിൽ എക്സൈസ് ഓഫീസർ ഹാരിഷ് മൈദീൻ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ശരത് SP എന്നിവരുടെ സംഘമാണ് പരിശോധന നടത്തി കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ എക്സൈസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 1 മരണം. അടിമാലി ഇരുമ്പുപാലത്ത് KSRTC ബസും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടർ യാത്രികനായ അടിമാലി 1000 ഏക്കർ സ്വദേശി ജ്ഞാനീശ്വരനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി ഇരുമ്പുപാലത്ത് വാഹനാപകടം ഉണ്ടായത്. ഇരുമ്പുപാലം പള്ളിപ്പടിക്ക് സമീപം വെച്ച KSRTC ബസും സ്കൂട്ടറും അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ അടിമാലി 1000 ഏക്കർ സ്വദേശി ജ്ഞാനീശ്വരൻ അന്തരിച്ചു. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഹോണ്ട ആക്ടീവയാണ് മരിച്ച ജ്ഞാനീശ്വരൻ ഓടിച്ചിരുന്നത്. 1000 ഏക്കറിൽ താമസിച്ചിരുന്ന ജ്ഞാനീശ്വരൻ ഏതാനും നാളുകളായി പൈങ്ങോട്ടൂരിലാണ് താമസിച്ചു വന്നിരുന്നത്. സുഹൃത്തിന്റെ മരണാനന്തര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനെത്തി തിരികെ പോകും വഴിയാണ് അപകടം സംഭവിച്ചത്. അപകടശേഷം ജ്ഞാനീശ്വരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. സിറ്റി വിഷൻ, അടിമാലി. തൂക്കുപാലത്ത് അമിത വേഗതയിലെത്തിയ കാറിടിച്ച് കാൽനടയാത്രക്കാരിക്ക് പരിക്കേറ്റു. 3 വാഹനങ്ങൾ ഇടിച്ച ശേഷമാണ് കാർ കാൽനടയാത്രക്കാരിയെ ഇടിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ് തൂക്കുപാലം ആലുങ്കൽപ്പാടം ഷേർലി ചാർലി കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൂക്കുപാലം ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അമിത വേഗതയിലെത്തിയ പുഷ്പകണ്ഠം സ്വദേശിയുടെ കാറ് അതുവഴി വന്ന ഓട്ടോയിൽ ഇടിച്ചതിന് ശേഷം നിർത്തിയിട്ടിരുന്ന കാറിലും ഇരുചക്ര വാഹനത്തിലും ഇടിക്കുകയായിരുന്നു. ഇതിനിടയിൽ സമീപത്തെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി റോഡിലേക്ക് വരികയായിരുന്ന ഷേർലിയെയും ഇടിച്ചു തെറിപ്പിച്ചു. ഷേർലിയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ ഇവരെ കട്ടപ്പനയിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയിൽ 9,05,567 വോട്ടർമാർ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ 4,40,147 പുരുഷന്മാരും 4,65,410 സ്ത്രീകളും 10 ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള വോട്ടർമാരുമുണ്ട്. 1,02,393 വോട്ടർമാർ പുതിയതായി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 63,845 വോട്ടർമാരെ ഒഴിവാക്കി. 412 വോട്ടർമാരുടെ വിവരങ്ങൾ തിരുത്തിയിട്ടുണ്ട്. പുതിയ പട്ടിക പ്രകാരം ജില്ലയിൽ 7 പ്രവാസി വോട്ടർമാരുണ്ട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 9,795 രൂപ, പവന് 78,360 രൂപ, വെള്ളി ഗ്രാമിന് 120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവോണത്തെ വരവേൽക്കാൻ ഉത്രാടപ്പാച്ചിലിൽ മലയാളക്കര. ഉത്രാട ദിനത്തിൽ മഴ മാറി നിന്നതും ആശ്വാസമായി. തിരക്ക് വർദ്ധിച്ചതോടെ പ്രധാന ടൗണുകളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമായി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങിയ ആദിവാസി ഉന്നതിയിലെ ആളുകൾ. വട്ടവട പഞ്ചായത്തിലെ 1-14 വാർഡുകളിലാണ് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപനം.
ഉണ്ടായിരുന്ന വാഹനം കാലപ്പഴക്കം ചെന്നതിനെ തുടർന്ന് കണ്ടം ചെയ്തു. യാത്രാമാർഗമില്ലാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ശാന്തമ്പാറയിൽ പ്രവർത്തിക്കുന്ന പൊന്മുടി ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസുകളിലാണ് വാഹനമില്ലാത്തത്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരാഴ്ച മുമ്പ് നടത്തിയ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി. കോൺക്രീറ്റ് ചെയ്തടച്ച പാലത്തിലെ കുഴികൾ വീണ്ടും പഴയപടിയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.